ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ നമ്മുടെ മുസ്തഫ ഉദവി ആക്കോട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് റോഡിന്റെ അരികിലുള്ള എല്ലാവരും സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ സദസ്സിലുള്ളവർ മുമ്പോട്ടിരുന്നു കൊണ്ട് ഈ സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് പിറകോട്ടിരിക്കുന്ന സ്ത്രീകൾ മുമ്പോട്ടിരുന്നുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് ഇരിപ്പിടം കൊടുക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുടെ പ്രസംഗം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും അതിനുള്ള സഹകരണങ്ങൾ ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളും സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ധന്യമാക്കി തരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. إلى حضرة حبيبنا وسيدنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه على النبي الكريم. هذه هدية واصلة ورحمة نازلة وبركة شاملة وتحفة كاملة مقبولة مرضية منا إلى حضرة حبيبنا وسيدنا وسندنا مصطفى محمد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته وأوددنا حوله المورود واسقنا بكأسه وانفعنا بمحبته يا رب العالمين. وإلى حضرات جميع أصحابه وأتباعه وأهل بيته وأهل الخير كلهم أجمعين. وإلى حضرات جميع أوليائك الكرام المدفونين حوالينا المدفونين قربا وبعدا يا رب العالمين. اللهم زد لهم فضلا وشرفا وعزا وكرامة خصوصا منهم إلى حضرة صاحب مقام مروان باي قدس الله. اللهم زد لهم فضلا وشرفا وعزا وكرامة بحقوقهم وبكراماتهم. يسر لنا جميع أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وأخرانا وكلنا صاحبا في سفرنا وخليفة في أهلنا. وإلى حضرات جميع من ماتوا منا يا رب العالمين. اللهم اغفر لنا ولهم يا رب العالمين واجعل جمعنا جمعا مرحوما وتفرقنا تفرقا معصوما. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك. ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫാവുദ്ദീൻ യാക്കോട്ട് അവരുടെ, ബഹുമാനപ്പെട്ട നിരമ്പായി ജുമാ മസ്ജിദ് ഖത്തീബ് മുബാറക് വാക്കി അവരുടെ, നിരമ്പായി ഖിദ്മത്തുദ്ദീൻ സഭ പ്രസിഡന്റ് കെ ഹുസൈൻ മാസ്റ്റർ അവരുടെ, സെക്രട്ടറി അഷ്റഫ് ഹാജി അവരുടെ, ഖജാൻജി സി ടി ഔട്ടിയാജി അവരുടെ, വേദിയിലുള്ള സഭാ മെമ്പർമാർ, യത്തീംഖാന ചെയർമാൻ അബൂബക്കർ സാഹിബ് അവരുടെ, വേദിയിലിരിക്കുന്ന കമ്മിറ്റിയുടെ
മെമ്പർമാരും നമ്മുടെ ഈ കമ്മിറ്റി 2011 ഞങ്ങൾ അധികാരമേൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റായി അധികാരമേറ്റ എൻ്റെ ജ്യേഷ്ഠനും കൂടിയായ ബഹുമാനപ്പെട്ട ഖാദറാജി സാഹിബ് അവരുകളെ, വേദിയിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ബഹുമാനപ്പെട്ട വിലമ്പായി മക്കാം ശരി വലിയുള്ളായി തങ്ങളുടെ ഉറൂസിൻ്റെ 3-ാം ദിവസമാണ്. ഈ ഉറൂസിൽ സ്വാഗതം ആശംസിക്കുക എന്ന താല്പര്യമാണ് എനിക്കുള്ളത്. ഇത് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ഘാടനം മുതൽ ഇങ്ങോട്ട് ശ്രവിച്ചിട്ടുള്ള ആലിമീങ്ങളുടെ എല്ലാ ഉപദേശങ്ങളും എല്ലാം നമ്മൾ ഹൃദയത്തിൽ പകർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കേണ്ടത് മാത്രമേ ഇവിടെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളൂ എന്ന് ആണ്. ആദ്യമായി തന്നെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് അമീദ് അലി ഷിഹാബ് തങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നമ്മൾക്ക് കിട്ടിയത്. അതിനുശേഷം ബഹുമാനപ്പെട്ട PKP ഉസ്താദ് അവരുടെ ഉപദേശം മദ്രസ സംബന്ധിച്ചിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ആളെ സെക്രട്ടറി എന്ന നിലയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി മദ്രസ മാനേജ്മെൻറ്റിക്ക് ഉപദേശങ്ങളും കുട്ടികൾക്ക് വേണ്ടിയും രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ പകർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കണം. ഈ വലിയുള്ളാൻ്റെ പേരിൽ വെച്ചുകൊണ്ടുള്ള ഇതാണല്ലോ പറയുന്നത്. അതാണല്ലോ നമ്മൾ പഠിക്കുകയാണല്ലോ നമ്മൾക്ക് വേണ്ടത്. ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഞങ്ങളതാണ്. കാരണം മതപരമായ എന്ത് ഉപദേശങ്ങളാണോ നമ്മൾക്ക് കിട്ടേണ്ടത് അത് നമ്മൾ പകർത്തി ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കുക. അതാണ് നമ്മൾ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതിനുശേഷമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന മാനിയൂർ ഉസ്താദും പറഞ്ഞത് പ്രധാനപ്പെട്ട ഔലിയാക്കന്മാരും കാര്യങ്ങളുള്ള ഉപദേശങ്ങളാണ്. അത് കർത്തൃയാറ്റും എല്ലാം പറഞ്ഞ് അതൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് നമ്മൾക്ക് ഈ റൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമ്മൾ മറ്റുള്ള കാര്യമൊന്നുമല്ല. ജനങ്ങളെ ഉപദ്രവാക്കുക, മഹലിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മഹൽ വിശാലമായ മഹലുകളുടെ പുരോഗതിയിൽ എത്തിക്കുക, മദ്രസ സംബന്ധമായ വിദ്യാഭ്യാസം വളർത്തിക്കൊണ്ടുവരിക, ദർസ് വളർത്തിക്കൊണ്ടുവരിക, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീനീ കാര്യങ്ങൾ മാത്രമേ ഇതിനൊക്കെ ഉദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പം മദ്രസ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ വളരെ പ്രയാസപ്പെട്ട് ചില സമയത്ത് ഇരുട്ടത്താണ് 6:45 നമ്മളെ മദ്രസയിലെ ചെറിയ കുട്ടികളെ മദ്രസയിൽ ഉമ്മയോ ഉപ്പയോ എണ്ണിച്ച് ചായ പോലും കുടിക്കാതെയാണ് മദ്രസയിലേക്ക് തള്ളി വിടുന്നത്. കാരണം ആ വന്ന കുട്ടികൾക്ക് ആദ്യം പിന്നെ പഠിക്കാൻ സമയമില്ല. കാരണം ഇന്ന് പിന്നെ ഈ വിദ്യാഭ്യാസപരമായിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതെല്ലാം കൊണ്ട് കുട്ടികൾക്ക് രണ്ടാമത് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം പോലും ഇല്ലാത്തത് കൊണ്ട് 6:45 കുട്ടികൾ മദ്രസയിൽ വന്ന് 6:45 തന്നെ ക്ലാസ് തുടങ്ങണം. അതിന് മുമ്പ് തന്നെ വരണം. അത് 7 മണിക്ക് ചില സമയത്ത് 7 മണിയായാലും അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ലല്ലോ. അത് തുടങ്ങിയിട്ട് ആ കുട്ടി രണ്ടാമത് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഈ നഴ്സറി സ്കൂളിന്റെ വണ്ടി വന്നിട്ട് ഈ 6:45 7 മണിക്കേക്ക് ഓരോ മദ്രസന്റെ മുമ്പിലും നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് എന്ന് എല്ലാ കുട്ടികളും തന്നെ ഇങ്ങനെയല്ല. അപ്പൊ ഓരോ കുട്ടികൾ എണ്ണിട്ട് ഉസ്താദ് വണ്ടി വന്ന് അപ്പൊ അതിൻ്റെയൊക്കെ നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം വണ്ടി ഈ ക്ലാസ് തുടങ്ങുന്ന എല്ലാ സ്കൂളുകളും തുടങ്ങുന്നത് 10 മണിക്കാണ്. ഇപ്പൊ ഇവിടുന്ന് അടുത്ത് തന്നെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറം ഒന്നും ഒരു കുട്ടി ഒരു വണ്ടി പോകുന്നുമില്ല. അപ്പൊ അത് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് 9:30 വരെ പോകാമല്ലോ. 9:30 പോയാലും വീട്ടിൽ അടുത്തെത്തുമല്ലോ. അല്ലെങ്കിൽ 9 മണിക്ക് പോയിക്കോട്ടെ, എന്നാലും എത്തുമല്ലോ. ഇത് 7:45 വന്നിട്ട് വണ്ടി വന്ന് കിട്ടിയിട്ട് പോയുമ്പോൾ ഈ കുട്ടി എന്ത് പഠിക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ കുട്ടി ഒന്നും മനസ്സിലാകുന്നില്ല. വലിയ കുട്ടികളും അങ്ങനെയാണല്ലേ. വലിയ കുട്ടികൾക്കാണെങ്കിൽ അത് അപ്പുറമാണല്ലോ. കാരണം തന്നെ 8-10 മദ്രസയിൽ നിന്ന് പോയി. അപ്പൊ ഞങ്ങൾ സമയങ്ങളിൽ ഇങ്ങനെ ഞാനത് മദ്രസ കണ്ണീരുന്നതിലേക്കാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഒന്നും പഠിക്കാൻ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് വേണം, മതപരമായ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഉറൂസ് കൊണ്ടും മറ്റുമെല്ലാം ഉദ്ദേശിക്കുന്നതാണ്.
എന്ത് വിട്ടുവീഴ്ച ചെയ്താലും മദ്രസ കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. കാരണം നിർബന്ധമായി മതപഠനം പഠിച്ചേ തീരും, അല്ലെങ്കിൽ കുട്ടികൾ വയ്യാധാരമായി പോകും. അതിന് ഉത്തരവാദി നമ്മൾ രക്ഷിതാക്കളാണ്. വേറെ ആരുമല്ല. വേറെ ഉസ്ഥാനം പറഞ്ഞിട്ടും കാര്യമില്ല, മറ്റുള്ളവരെ പറഞ്ഞിട്ടും കാര്യമില്ല. മുഴുവൻ ഈ കുട്ടികൾ വിദ്യാഭ്യാസപരമായി പഠിക്കാതെ ഉത്തരവാദിത്തം മുഴുവനും രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കൾ ചെയ്യണം. രക്ഷിതാക്കൾ എല്ലാം ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചെയ്യുന്നത്, ഞങ്ങളെ സഹകരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസമാണല്ലോ, ഈ വിദ്യാഭ്യാസമാണ് ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്ത് പറയണം? സ്കൂളിൽ നിങ്ങൾ നമ്മൾ ഈ നഴ്സറി പോകുമ്പോൾ, ആടെ പോകുമ്പോൾ, ഇവിടെ പോകുമ്പോൾ ഞങ്ങളെ കുട്ടികളെ 9:30 വിടാൻ പറ്റും, അല്ല 9:15 വിടാം, അല്ല 9 മണി പറഞ്ഞോ, അത് എപ്പോഴേ വിടാൻ പറ്റൂ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക്. ആ സമയത്ത് അന്നേരം വണ്ടി വരൂ. അവർക്ക് പൈസ കൊടുത്ത് പഠിക്കുന്നില്ല, അവർക്ക് എന്താ നമ്മളൊക്കെ ബസ്സിന് പൈസ കൊടുക്കുന്നുണ്ട്, ക്ലാസ്സിന് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നില്ലേ? അപ്പൊ നമുക്കെന്താ അങ്ങോട്ട് ഉപയോഗിച്ചൂടെ? 9 മണിക്ക് നിങ്ങളെ വണ്ടി വരാൻ പാടുള്ളൂ, 9 മണിക്ക് നമ്മൾ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് ഒരു നിർദ്ദേശം നിങ്ങൾ എന്നെ കൊടുക്കണം രക്ഷിതാക്കൾ. ആ ഉണർന്ന് രക്ഷിതാക്കൾ പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞു. കാരണം മക്കൾ ചീത്തയായി പോയി പറഞ്ഞാലും നമ്മൾ മറ്റുള്ള വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മൾ മതപരമായ വിദ്യാഭ്യാസം നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളുടെ കാര്യം വളരെ ഇതാണ്. പിന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നെരുമ്പായ്മല്ലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പൊ എല്ലാം ഉണ്ട്. അടുത്ത ദൂരെ പോണ്ട, മാർക്സ് എല്ലാവിടെയായി, കണ്ടേരിയായി, നെരുമ്പായി, മൂന്നാം പള്ളിയിലായി, മറ്റേ എല്ലാം ഉണ്ട്. എല്ലാവരുടെയും മദ്രസ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്വദേശി ദർസ് തുടങ്ങുന്ന കാലം കഴിഞ്ഞു പോയി. കാരണം നമ്മളെ നാട്ടിലൊരു മതപരമായിട്ട് ചിന്തിക്കാനും മതപരമായിട്ട് ഈ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് നമ്മളെ മദ്രസയിൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ 10-35 മാലിന്യങ്ങൾ ജോലി ചെയ്യുന്നു. അപ്പൊ ആ കുട്ടികളിൽ തന്നെ നമ്മളൊരു വിദ്യാഭ്യാസം, ഇപ്പം ചെറിയ വിദ്യാഭ്യാസം നൽകിയാൽ മതി, മദ്രസ പഠിപ്പിക്കാം. അപ്പൊ ആ കുട്ടികളെ തന്നെ മദ്രസയിലേക്ക് നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടാട്ടി നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കണ്ടേ? കാരണം രക്ഷിതാവ് നമ്മൾ ആലോചിക്കണേ, നമ്മൾ മരിച്ചുപോയാൽ നമ്മൾക്ക് വേണ്ടി ദ്വാ ചെയ്യണ്ടേ? അത് പഠിക്കണമെങ്കിൽ മദ്രസയിൽ നിന്ന് അല്ലാണ്ട് വേറെ എവിടുന്ന കിട്ടുക? നമ്മളെ ആഗ്രഹം വെളിച്ചമാക്കാൻ വേണ്ടി നമ്മളെ മക്കൾ ദ്വാരക്കണ്ടേ? അതെവിടുന്ന് നമുക്ക് കിട്ടുക? മതപരമായ വിദ്യാഭ്യാസം അല്ലാണ്ട് നമുക്ക് എവിടെ കിട്ടുക? അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ മതപരമായ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഈ മാലിയുള്ള എല്ലാ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് നിങ്ങൾ ഒഴിച്ചുകൂടാതെ കടമയാണ്. ഈ ദർസ് ഇവിടെ ഉണ്ട്. ഈ ദർസിലേക്ക് കുട്ടികളെ, ആൺകുട്ടികളെ നിങ്ങൾ മുഴുവൻ അയക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെട്ടു. പിന്നെ ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമയം വൈകിക്കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉദവി അക്കോളാണ് നമ്മളെ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ പേരിലും ഈ ഉറൂസ് കമ്മിറ്റി ഇതിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് മുബാറക് ബാക്കി അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഭാ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഈ സ്റ്റേജിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പുറമേ നിന്നും ഇവിടെ ഈ മകളിൽ നിന്നും എല്ലാം എത്തിയ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും അതുപോലെ സ്ത്രീ ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും. ഈ യോഗം നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖിദ്മത്ത് സഭ പ്രസിഡന്റ് സൈമാഷി റിലേഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഉറൂസിന്റെ 3-ാം ദിവസമായ ഇന്ന് 2 ദിവസത്തെ സാരഗംഭീരമായ പ്രസംഗത്തിന് ശേഷം ഇന്നലെ നമുക്ക് വിഷയം ഇട്ടു തന്നിട്ടുണ്ട്. ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി ആക്കോട് അവർകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉപദേശങ്ങൾ ഈ സദസ്സിന് നൽകുന്നതാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എന്നുമെന്നും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ പരിപാടികളും ഉത്തരോത്തരം വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവർകളെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. الصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم: القبر أول منزل من منازل الآخرة. تفكرت في حشري
ويوم قيامتي وإصباح خدي في المقابر ساوية وحيدا فريدا بعد عز ومنعتي رهينا بجرمي والتراب وسادية تفكرت في طول الحساب وعرضه وذلي مقامي حين أعطى حسابية ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطائيا क्या दुनिया से साहिबे माल गए क्या दुनिया से साहिबे माल गए न दौलत गई साथ न अतफाल गए पहुंचा के लहद तक फिर आए सब लोग हमराह कर गए तो अमाल गए हमराह कर गए तो अमाल गए हमराह कर गए तो अमाल गए सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम اللهم صل على محمد يا ربي صل عليه وسلم സമാധരണീയനായ ഈ മുമ്പിൽ ഒഴിഞ്ഞ് കിടക്കുന്ന കസാലയിലേക്ക് അല്പം ചെയറുകളൊക്കെ ഇടക്ക് ഒഴിവുണ്ട്. അതിലേക്ക് അതിനെ വേക്കിലിരിക്കുന്ന ആളുകൾ കയറിയിരുന്നാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകുമെന്ന് സംഘാടകർ ഓർമ്മപ്പെടുത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒഴിവുള്ള ചെയറിലേക്ക് കയറിയിരുന്നാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ടാകും എന്ന് സംഘാടകർ അറിയിക്കുന്നു. ഏത് വിഷയത്തിലും അതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുക ആദ്യം ഉള്ള ആളുകൾക്കായിരിക്കും. അതേത് സ്ഥലത്തും അങ്ങനെയാണ്. ഏതൊരു കാര്യത്തിനും ആദ്യം അപേക്ഷിക്കുന്ന ആളാണോ അവരെയാണ് ആദ്യം പരിഗണിക്കുക. എല്ലായിടത്തും അങ്ങനെയല്ല. മംഗലത്തിൽ ആദ്യ ട്രിപ്പിന്റെ ഗുണം രണ്ടാം ട്രിപ്പിൽ ലഭിച്ചുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ആദ്യ ട്രിപ്പിൽ ഇരിക്കാൻ തിരക്ക് കൂട്ടാറുള്ളത്. ഏത് സദസ്സിലും അങ്ങനെ. പിന്നെ അള്ളാഹുവിന്റെ ഇൽമിന്റെ സദസ്സിൽ മാത്രം ബേക്കിലിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഗുണം ലഭിക്കുക എന്നതുണ്ടാവുകയില്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് ഏതാനും ചേരുകളെ ശേഷിക്കുന്നുള്ളൂ. അത് കയറിയിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഖബറിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ഒരല്പനേരം നമ്മൾ സംസാരിക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ലിസ്റ്റ് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ വായിച്ചാൽ 1 മണിക്കൂർ പോകും. അതുകൊണ്ട് ഇത് പടച്ച റബ്ബിനറിയാം ഇതിൽ എഴുതിയതാരാണ്,
എഴുതിയ ഉദ്ദേശങ്ങൾ എന്താണ്? അവസാനം നമ്മളതൊക്കെ വായിക്കും. ആദ്യം ഞാനത് വായിക്കുന്നില്ല. 25,000 ഉറുപ്പിക മുതൽ 1000 ഉറുപ്പിക, 500 ഉറുപ്പിക വരെ സ്വതക്കകൾ ഇങ്ങോട്ട് തന്നയച്ച കൂട്ടത്തിലുണ്ട്. പൊന്നുണ്ട്, ഒക്കെ ഉണ്ട്. പലരും പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ ദുആ, ഇന്ന കാര്യം സാധിച്ചു കിട്ടാൻ ദുആ ചെയ്യിപ്പിക്കാം എന്ന് തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. എന്തൊക്കെ കടലാസിൽ എഴുതണം എന്ന് ചിന്തിച്ചപ്പോൾ ഖൽബിൽ എഴുതേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നതും പടച്ച റബ്ബാണ്. ആ റബ്ബിനോടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ ആളുകളുടെയും എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തിട്ട് 3 സ്വലാത്ത് ചൊല്ലി എല്ലാവർക്കും മൊത്തമായി ഇന്ന് ദുആ ചെയ്യുന്നു. തുടക്കത്തിൽ അവസാനം ലിസ്റ്റ് വായിച്ച് നമ്മൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. വിഷയത്തിന്റെ ചർച്ചയ്ക്ക് തടസ്സമാകരുതെന്ന് കരുതിയാണ് ആമുഖമായി നമ്മൾ ലിസ്റ്റ് വായിക്കാത്തത്. മൂന്ന് സ്വലാത്ത് ചൊല്ലി അവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത്, മഖാമിന്റെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് അതിന്റെ ചെലവിലേക്ക് ആവശ്യമായ സാധനങ്ങളും പണവുമൊക്കെ നൽകി ഉള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇന്നത്തോടുകൂടെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 50 കിൻഡലോളം കമ്പി, പോഴി, ജല്ലി, പണിക്കൂലി, ഇവയാണ് നമുക്കിനി ലഭിക്കേണ്ടത്. ആ വിഷയത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകണം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വയതിനിടക്ക് അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ നമുക്കേറെ സമയം കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോകും എന്നതുകൊണ്ടും ഒറ്റവാക്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് اللهم صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹംദുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ഈ സദസ്സിൽ ദുആ ചെയ്യാനായി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. എഴുതി അറിയിച്ചിട്ടുണ്ടല്ല വിഷയങ്ങളും അറിയുന്ന അല്ലാഹുവേ, ആ കാര്യങ്ങളൊക്കെ ഈ സദസ്സിൽ ദുആ ചെയ്യിപ്പിക്കണം എന്നവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച റബ്ബേ, എന്തൊക്കെ കാര്യങ്ങളാണ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കേണ്ടതെന്ന് ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുത്ത തമ്പുരാനെ, റഹമുർ റഹീമീനായ അല്ലാഹ്, അവരുടെ സർവമാന ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എഴുത്തുമായി സദസ്സിൽ വന്നേൽപ്പിച്ച എല്ലാ ആളുകളുടെയും മുറാദുകൾ അറിയുന്ന അല്ലാഹ്, അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ ഏതെങ്കിലും ഒരാളുടെ ആമീൻ നീ സ്വീകരിക്കുമെന്ന ഉത്കടമായ വിശ്വാസമാണ് റബ്ബേ. അല്ലെങ്കിൽ അല്ലാഹുവേ അചഞ്ചലമായ വിശ്വാസമാണ് റബ്ബേ അവരെ ഈ സദസ്സിൽ ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. രാജാതിരാജനായ റബ്ബേ, ദുആ ചെയ്യുന്നവരൊന്നിനും കൊല്ലാത്തവനാണെങ്കിലും ആമീൻ ചൊല്ലുന്നവരിൽ എത്രയോ നല്ല ആളുകളുണ്ടല്ലോ അല്ലാഹ്. ഈ വൈകിയ സമയത്തും
ദുആ ചെയ്യതി വഅദു കേൾക്കാൻ ഈ സദസ്സിലേക്ക് വന്നത് റബ്ബേ. ഈ സദസ്സിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്. പടച്ച റബ്ബേ, നിന്റെ മുഅ്മിനീങ്ങൾ ഒത്തുചേർന്ന ഈ സദസ്സിൽ അവർക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷയത്തിനും നീ പരിഹാരം നൽകണേ റബ്ബേ. രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തതിന്റെ വേദനയിൽ കഴിയുന്നവരുടെ വിഷയം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. 3-4 തവണ ഗർഭിണിയായിട്ടും അബോഷനായി പോയതിന്റെ വേദന അല്ലാഹുവേ റബ്ബേ, ആ രംഗങ്ങളൊക്കെ ഞെട്ടലോടെ വേദനയോടെ ഓർക്കുന്ന സഹോദരിക്കും അല്ലാഹുവേ പടച്ച റബ്ബേ നിന്റെ പരിഹാരം കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹമുറാഹിമീനായ റബ്ബേ, ജോലി തിരക്കുകൾക്കിടയിലും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ റബ്ബേ, മാനസികമായി അല്ലാഹുവേ ഞങ്ങളോട് പടച്ച റബ്ബേ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരവരെ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ നടക്കുന്ന ഓരോ അക്ഷരങ്ങളും റബ്ബേ കേൾക്കാൻ കാതു കൂർപ്പിച്ചിരിക്കുന്നത് റബ്ബേ, അവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന എല്ലാവരുടെ ഉദ്ദേശവും നീ നിറവേറ്റണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലത്തെ സുഖം കിട്ടില്ലല്ലോ. നല്ല പറഞ്ഞ നമ്മൾ കുറച്ച് പണിയെടുത്താൽ ഇയാൾ തോനെ പണിയെടുക്കണം, എന്നാലേ കുറെ നേരം പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ തളർന്നു. ഇന്നലെ നല്ല സുഖം ഉണ്ടായി, ഇന്നൊരു സുഖം കിട്ടില്ല. നിന്റെ തകരാറാണോ നവ്വറിയില്ല, അങ്ങനെ ഉണ്ടാവണ്ട. മയക്കനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, ചിലപ്പോൾ എൻ്റെ തകരാറാവും. അല്ലാഹു ഏത് തകരാറാണെങ്കിലും പടച്ചറപ്പ് പരിഹരിച്ചു തരട്ടെ. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഖബറിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന നമ്മുടെ വിഷയം. അപ്പൊ ഖബർ എന്താണ് എന്ന് നമ്മൾ പറയണം. മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. വിഷയത്തിലേക്കൊന്നേ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനായി ഞാൻ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതം പ്രധാനമായി 5 ഘട്ടങ്ങളാണ് എന്നാണ്. ഒന്ന് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകത്തുള്ള ജീവിതമായിരുന്നു നമ്മുടെ 1-ാം ഘട്ടത്തെ ജീവിതം. അത് നമ്മുടേത് കഴിഞ്ഞുപോയി. റൂഹുകളുടെ ലോകം എന്ത് എന്ന് കൃത്യമായി റൂഹുകളുടെ ലോകത്ത് നിന്ന് കടന്നു വന്ന് നമുക്ക് പോലും അതറിയില്ല. അല്ലാഹുവേ, വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നീ ധന്യരാക്കണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് അഭിഷേകമായി പഠിപ്പിച്ച കാര്യങ്ങളല്ലാതെ ഒരക്ഷരം പോലും അതിലേറെ സംസാരിക്കാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ 1-ാമത്തെ ലോകം, ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകമെന്നാണ് ആ ലോകം അറിയപ്പെടുന്നത്. നാം നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഏത് ലോകത്തായിരുന്നോ ഉണ്ടായിരുന്നത്, അതാണ് റൂഹുകളുടെ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ 1-ാം ലോകത്ത് നിന്ന് മാതാവിന്റെ ഗർഭപാത്രമാകുന്ന 2-ാം ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നോ. മാതാവിന്റെ ഗർഭപാത്രമാകുന്ന 2-ാം ലോകത്ത് നമ്മൾ ഏകദേശം 10 മാസക്കാലത്തോളം കഴിഞ്ഞുകൂടി. റൂഹുകളുടെ ലോകത്ത് നമ്മൾ എത്ര കാലമാണ് കഴിഞ്ഞുകൂടിയത്? നല്ലപോലെ ശ്രദ്ധിക്കണം. ഖബറിൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞുകൂടണം? ഖബറിന്റെ രംഗങ്ങൾ എന്താണ്? ഖബറിനുള്ളിൽ നടക്കുന്നതെന്താ? നടക്കാനിരിക്കുന്നതെന്താ? നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ നടക്കുന്നതെന്ത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിന്റെ തൊട്ടടുത്ത് ഈ ഗ്രൗണ്ടിന്റെ പരിധി അങ്ങ് കഴിഞ്ഞാൽ അന്തിയുറങ്ങുന്ന ആയിരക്കണക്കായ ആളുകളുടെ ഖബറിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതറിയാനുള്ള മാർഗങ്ങൾ എന്ത്? ആരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്? എല്ലാം നമ്മൾ വിഷയത്തിലൂടെ പഠിച്ചു പോകുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, 2-ാം ലോകം ഉമ്മയുടെ ഗർഭപാത്രമാണ്.
ആ ഗർഭപാത്രത്തിൽ എന്തെല്ലാം നടക്കുന്നു. ചില കാര്യങ്ങളെല്ലാം ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ രാജാതിരാജനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചല്ലോ. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കുന്ന ഇന്ദ്രിയത്തുള്ളി അത് ഇന്ദ്രിയത്തുള്ളിയായി തന്നെ നിലകൊള്ളുന്നു 40 ദിവസം. 40 ദിവസം കഴിയുമ്പോൾ പിന്നീടത് രക്തപിണ്ഡമായി മാറുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണം, ഇത് പറഞ്ഞു തന്ന പുണ്യനബി തന്നെയാണ്. ഖബറിനെ കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറയുവാനാണ്. വേഗം വിഷയത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനാണ് ഞാൻ ചില താരതമ്യത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യത്തെ 40 ദിവസം ഇന്ദ്രിയത്തുള്ളി അങ്ങനെ തന്നെ നിൽക്കുന്നു. ആദ്യത്തെ 40 കഴിയുമ്പോൾ പിന്നീടത് രക്തപിണ്ഡമാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ 40 രക്തപിണ്ഡമായി തന്നെ നിലകൊള്ളുകയാണ്. രണ്ടാമത്തെ 40 കഴിയുമ്പോൾ പിന്നീട് മാംസപിണ്ഡമായി മാറും. ആ മാംസപിണ്ഡത്തിൽ പിന്നീട് എല്ലുകൾ വരും, ഞരമ്പുകൾ വരും. ആ എല്ലുകളെയും നാടി ഞരമ്പുകളെയും മാംസം കൊണ്ട് അല്ലാഹു പൊതിയുകയാണ്. അങ്ങനെ 4 മാസം പ്രായമാകുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപം പ്രാപിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കണം, ഇത് ഞാൻ പറയുന്നത് അക്ഷരം പ്രതി കാര്യം ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദര ശ്രദ്ധിക്കണം, ഭൂമിയുടെ അന്തർഭാഗത്ത് എന്താ നിലകൊള്ളുന്നത് എന്ന് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞല്ലോ, ഭൂമിയുടെ അന്തർഭാഗത്തേക്കാണ്. ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വിഷയത്തിലത് മോശപ്പെട്ട ആത്മാവിനെ കൊണ്ടുപോകുന്നത് സിജ്ജീനിലേക്കാണ്. സിജ്ജീൻ 7-ാം ഭൂമിയുടെ അടിഭാഗത്താണ്. 7 ഭൂമിക്കടിയിൽ എന്താണുള്ളത്? സിജ്ജീൻ സമ്മാടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ചൂട് കൊണ്ട് ചൂട് വെക്കുന്നുവെന്നല്ലേ പുണ്യനബി പഠിപ്പിച്ചത്. ഭൂമിക്കടിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൗതിക ശാസ്ത്രം പറയുന്നത് കേവലം കിലോമീറ്ററുകൾ മാത്രം ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് ചെന്നാൽ ശക്തമായ ലാവകൾ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കട്ടകൾ, തീനാളങ്ങൾ. എന്തിനേറെ ഭൗതിക ശാസ്ത്രം പറയുന്നുണ്ട്, ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് ഒരഗ്നിപർവ്വതം മാത്രം, വളരെ ശക്തിയേറിയ ഒരു അഗ്നിപർവ്വതമുണ്ടത്രേ. ആ അഗ്നിപർവ്വതം മാത്രം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നാൽ ഭൂമി കത്തിച്ചാമ്പലായി പോകുമത്രേ. ആരാ ഇത് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബല്ല, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അല്ല. നിങ്ങൾ ആലോചിക്കണം, സാക്ഷാൽ അമേരിക്കയിലെ ഈ പ്രപഞ്ചത്തിൽ there is no need of a God, ഒരു ദൈവത്തിന്റെ ആവശ്യം ഈ പ്രപഞ്ചത്തിലില്ലെന്ന് അവകാശപ്പെട്ടവനാണ്. അവൻ സംവിധാനം ചെയ്തതല്ല, അവനല്ല ഈ തീനാളം കത്തിച്ചിരിക്കുന്നത്, ഇതിനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവനല്ല. എന്നിട്ട് പോലും അവർ പറയുകയാണ് ഭൂമിയുടെ അന്തർഭാഗത്ത് ഇതാണെന്ന് അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖബറിനുള്ളിൽ നടക്കുന്നത് എന്താണ്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നടക്കുന്നതെന്ത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4-ാം മാസത്തിൽ ഒരു പ്രത്യേകമായ ചലനം നടക്കുന്നുണ്ട്. എന്താണ് ആ ചലനം? മലക്ക് മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. ആ മലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ച റൂഹുകളുടെ ലോകത്ത് നിന്ന് അല്ലാഹു ആ മലക്കിനോട് ഏറ്റെടുക്കാൻ പറഞ്ഞ റൂഹുമായി കടന്നുവന്ന് ഈ മയ്യമ്മയുടെ ഗർഭപാത്രത്തിലുള്ള മാംസപിണ്ഡത്തിലേക്ക് നിക്ഷേപിക്കുമ്പോഴാണ് മനുഷ്യൻ 1-ാം ലോകത്ത് നിന്ന് 2-ാം ലോകത്തേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിക്ക്, റൂഹിനെ കാണാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ സഹോദര. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് വെല്ലുവിളിച്ചതാണ്. ആത്മാവിന്റെ രഹസ്യമെന്തെന്ന ആളുകൾ നബിയെ അങ്ങയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
ജനങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിയോഗിതരായ ആളാണങ്ങ്. എന്നാൽ നബിയേ, റൂഹിന്റെ രഹസ്യം എന്തെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കരുത് യാ റസൂലല്ലാഹ്. അങ്ങ് പറയേണ്ടത് അതെന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. നിങ്ങൾ ആലോചിച്ച്, ആത്മാവിന്റെ രഹസ്യം എന്തെന്ന് അല്ലാഹു ലോകത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രമേൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും ആത്മാവിന്റെ ലോകത്തേക്കൊന്ന് കൈയെടുത്തു വെക്കാൻ, ഒരെത്തി നോട്ടം നടത്താൻ, ആ രഹസ്യത്തെക്കുറിച്ചൊരക്ഷരം പറയാൻ ലോകത്തിന്നു വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4-ാം മാസത്തിലാണ് ഈ പ്രത്യേകമായ ചലനമുണ്ടാകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശാസ്ത്രം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലാബിൽ പോയി പഠനം നടത്തിയതല്ല. ഒരു ലാബിലും ഒരു പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയോ സ്ത്രീയുടെ ഇന്ദ്രിയത്തുള്ളിയിലെ ബീജമോ സ്ത്രീയുടെ അണ്ടമോ കൊണ്ടുപോയി പരിശോധന നടത്തിയല്ല, അല്ലെങ്കിൽ അതിനെ പഠന വിധേയമാക്കിയല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാ നബി പറഞ്ഞപ്പോൾ അതിലൊന്നും ലവലേശം തെറ്റിയില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇതൊക്കെ ശാസ്ത്രം പഠന വിധേയമാക്കി സത്യസന്ധമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ആ പ്രവാചകൻ ഖബറിനെ കുറിച്ച് മാത്രം പറഞ്ഞത് തെറ്റായി പോവുകയോ? ഖബറിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു? ആ പ്രവാചകൻ ഖബറിനെ കുറിച്ച് മാത്രം പറഞ്ഞത് തെറ്റാവുകയോ? മഹ്ശറ എന്ന ലോകത്തെ കുറിച്ച് പറഞ്ഞത് വിഡ്ഢിത്തമാവുകയോ? ഇതൊക്കെ പറഞ്ഞ ആ പ്രവാചകൻ ഒരക്ഷരം പോലും പിഴച്ചില്ലെന്ന് പറയുന്നവർ ഇതെങ്ങനെ അവർക്ക് പറയാൻ കഴിയുന്നു എന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ ഗംഭീരമായൊരു വിഷയത്തിലേക്ക്, ആ ലോകത്തെക്കുറിച്ച് പറയാൻ അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാർക്കല്ലാതെ, അല്ലാഹു പ്രത്യേകമായ വിജ്ഞാനം നൽകിയവർക്കല്ലാതെ ആ ലോകത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഖബറിനുള്ളിൽ എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ആസ്പദമാക്കുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. റസൂലുള്ളാഹിക്കല്ലാതെ ആ ലോകത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല. ഏതു ശാസ്ത്രമാണെങ്കിലും എത്രമേൽ വളർന്നവരാണെങ്കിലും മനുഷ്യ ശരീരത്തെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയുക ഖബറിനടുത്തെത്തുന്നവരെ പറയാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. ഖബറിനല്ലെങ്കിൽ റൂഹ് ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ പോകുന്ന രംഗമെങ്ങനെയെന്ന് പോലും പറയാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ള സഹോദര. റൂഹ് എങ്ങനെ പോകുന്നുവെന്ന് പറയാൻ കഴിഞ്ഞില്ല. റൂഹ് മനുഷ്യ ശരീരത്തിലുള്ള കാലത്തോളം എന്തെല്ലാം ചലനം മനുഷ്യ ശരീരത്തിൽ നടക്കുന്നുവെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. അതിനപ്പുറം ഒരക്ഷരം പോലും പറയാൻ ഈ ഭൗതിക ലോകത്തെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് നമ്മൾ അവലംബിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നമ്മൾ നേരെ വിഷയത്തിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. എന്തേ ഞാൻ ആമുഖമായി ഇത് പറയാൻ കാരണം, ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, ആ വിഷയത്തിൽ ശാസ്ത്രം എന്തു പറഞ്ഞു എന്ന് ചിന്തിക്കും. ശാസ്ത്രത്തിനൊരു ചുക്കും പറയാൻ കഴിയാത്ത ലോകമാണ് ഖബർ എന്ന് മനസ്സിലാക്കണം. നിങ്ങളാലോചിക്കെന്റെയും നിങ്ങളുടെയും കണ്ണിനെ കുറിച്ച് ശാസ്ത്രത്തിന് പറയാൻ കഴിയും. കണ്ണ്, ഒരാൾക്ക് കാഴ്ച വേണമെങ്കിൽ എന്തെല്ലാം സ്വഭാവമുണ്ടാകണം, ശാസ്ത്രത്തിന് പറയാൻ കഴിയും. ഹലോ, ഒരാളുടെ കണ്ണിന്റെ ഉള്ളിൽ അല്ലാഹു എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്തുവെന്ന് ശാസ്ത്രലോകത്തിന് പറഞ്ഞു തരാൻ കഴിയും. ഹാർട്ടിന്റെ പ്രവർത്തനം യഥാതിഥി നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, ഖബറിനുള്ളിൽ ഒന്നും നടക്കുന്നില്ലെന്ന് വാദിക്കുന്ന ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹയാ വമാ നഹ്നു ബിമബൂസീൻ.
ഭൗതിക ജീവിതം അവസാനിക്കുന്നതോടുകൂടെ എല്ലാം തീർന്നുപോയി, പിന്നീടൊന്നുമില്ലേ ഇല്ല. ഖബറിനെ കുറിച്ചൊക്കെ പേർ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് അത് മനുഷ്യനെ വിഡ്ഢികളാക്കുകയാണെന്ന് പറയുന്ന ആളുകൾ, ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, ആ പറയുന്ന മനുഷ്യന്റെ ഉൾഭാഗത്തുള്ള ഒരു അവയവം പോലും അയാൾ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരു പക്ഷേ 1000-ലോ 2000-ലോ അധികം ആളുകൾ ഉണ്ടാകാനിടയുണ്ടല്ലോ. ഈ 2000-ലധികം ആളുകൾ പങ്കെടുത്ത സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം കണ്ടവർ, ശരീരത്തിനുള്ളിലുള്ള ഹൃദയം കണ്ട എത്ര പേർ ഈ സദസ്സിലുണ്ട്? ഹൃദയമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കിഡ്നി, നിങ്ങളുടെ അവനവന്റെ കിഡ്നി കണ്ട എത്ര പേർ ഈ സദസ്സിലുണ്ട്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അവനവന്റെ ചെറുകുടലും വൻകുടലും കണ്ട എത്ര പേരുണ്ട്? ഖബറിനുള്ളിൽ എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അവനവന്റെ ശരീരത്തിന്റെ അന്തർഭാഗത്തുള്ള അവയവങ്ങൾ കണ്ടിട്ടില്ലാത്തവന് പറയുന്നത് ഖബറിനകത്തൊന്നും നടക്കുന്നില്ലെന്ന്. ഖബറിനുള്ളിൽ എന്ത് നടക്കുന്നു? എന്തെല്ലാം മാറ്റങ്ങളാണ്, ചലനങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ നമ്മുടെ വിഷയം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, 2ാം ലോകം ഉമ്മയുടെ ഗർഭപാത്രം. അത് കഴിഞ്ഞാൽ മനുഷ്യൻ കടന്നു വരുന്നത് 3ാം ലോകത്തേക്ക്. 3ാം ലോകം അവന്റെ ഐഹികമായ ജീവിതമാണ്. നമ്മളൊക്കെ ഉള്ളതിപ്പോൾ ആ ജീവിതത്തിലാണ്. നമ്മുടെ 1ാം ലോകം കഴിഞ്ഞു, 2ാം ലോകം കഴിഞ്ഞു, 3ാം ലോകത്താണ് നമ്മളുള്ളത്. ഈ വന്ന സദസ്സിൽ ഏതെങ്കിലും സഹോദരിമാർ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവരുടെ ഗർഭപാത്രത്തിനകത്ത് കടന്നിറങ്ങുന്ന കുഞ്ഞുമോൻ 2ാം ലോകത്തുള്ള ആളാണ്. ഇനി നോക്ക് നിങ്ങൾ, നമ്മുടെ ഈ സദസ്സിന്റെ വലതുഭാഗത്ത് ഈ ഗ്രൗണ്ടിന്റെ പരിധിയിലൂടെ ഒന്നങ്ങിറങ്ങി നോക്കൂ. പരിധി കഴിഞ്ഞങ്ങിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം മീസാൻ കല്ലുകൾ. എത്രയോ മീസാൻ കല്ലുകൾ കാണാം. ആ മീസാൻ കല്ലുകൾക്കകത്ത് കടന്നിറങ്ങുന്നവർ 4ാം ലോകത്തുള്ള ആളുകളാണ്. നമ്മൾ 1ാം ലോകത്തെ കുറിച്ചല്ല പറയുന്നത്, 2ാം ലോകത്തെ കുറിച്ചല്ല പറയുന്നത്. 2ാം ലോകത്തെ കുറിച്ച് ശാസ്ത്രലോകം പഠന വിധേയമാക്കിയിട്ടുണ്ട്. 2ാം ലോകത്തെ കുറിച്ച് ശാസ്ത്രമേറെ പഠിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തെ കുറിച്ച് അതിനായി പ്രത്യേക ശാസ്ത്രശാഖരെന്ന് രൂപം നൽകപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രശാഖക്ക് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്തെ പോലെയല്ല, ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഡോക്ടറെ കാണിക്കും. ഓരോ മാസത്തിലും കുട്ടിയുടെ വളർച്ച നമ്മൾ ഡോക്ടറോട് കൂടിയാലോചിക്കും. ഗർഭപാത്രത്തിലെ കുഞ്ഞിനാവശ്യമായ ഭക്ഷണങ്ങളും മരുന്നും കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. 2ാം ലോകം നമ്മളേറെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. 3ാം ലോകം നമ്മളേറെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. 3ാം ലോകമേതാ? അത് മനുഷ്യന്റെ ഭൗതികമായ ഈ ലോകമാണ്. ഈ ലോകത്ത് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, പാർക്കാൻ ആവശ്യമായ വീട് നിർമ്മിക്കാൻ. അങ്ങനെയാ. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്തു കൂടെ കടന്നു പോകുമ്പോൾ ഭൂകമ്പത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ഫൗണ്ടേഷനാണ് ഈ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ എന്ന് രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടു. ഭൂകമ്പത്തെ പോലും തടഞ്ഞു നിർത്താൻ കഴിയുന്നവൻ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, ഭൂകമ്പത്തെ തടഞ്ഞു നിർത്തി ആ ബിൽഡിംഗ് ഒരു പക്ഷേ 50, 60, 80 കൊല്ലം അതിജീവിച്ചെന്ന് വന്നേക്കാം. ഇത് നിർമ്മിച്ച മനുഷ്യ, നിന്റെ ഗ്യാരണ്ടി ഒന്ന് പറഞ്ഞു താടാ. ഇത് നിർമ്മിച്ച മനുഷ്യ, 100 കൊല്ലം ഗ്യാരണ്ടിയുള്ള ബിൽഡിംഗ് നിർമ്മിച്ച, 150 കൊല്ലം ഗ്യാരണ്ടിയുള്ള വസ്തു നിർമ്മിച്ച മനുഷ്യ, നിന്റെ ഗ്യാരണ്ടി ഒന്ന് പറയാമോ എന്നൊന്ന് തിരിച്ചു ചോദിക്കണ്ട പ്രിയമുള്ളവരെ. ഹബീബായി നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചത് ഈ ഒരു യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ലോകത്തെ മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് വെല്ലുവിളിച്ചു. ഇന്ന് വരെ ലോകത്തിനത് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. മഫാതീഹുൽ ഗൈബി ഖംസുൻ, രാജാതിരാജനായ റബ്ബിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ 5. പുണ്യനബി എന്നിട്ട് ഹദീസിൽ ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് റബ്ബിനല്ലാതെ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു പോയ ഹദീസിന്റെ അവസാനം വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരു
ശരീരത്തിനും പറയാൻ കഴിയില്ല. ആ ശരീരം എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആലോചിച്ചു പോകുന്നു, ആ മനുഷ്യൻ ഈ വേദിയിലിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അബ്ദുൽ ഉസ്താദിന്റെ മകൻ മരണപ്പെട്ടു പോയല്ലോ. ഞാൻ ഓർക്കുകയാണ്, അന്നല്ല രണ്ടിന്റെ പിറ്റേ ദിവസം, മൂന്നാമത്തെ ദിവസം കണ്ണൂക്ക് കഴിഞ്ഞ രാത്രിയാണ് ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത്. ഇടക്കിടക്ക് ഞാൻ ആ വാക്കുകൾ ഓർത്തു പോകാറുണ്ട്. കണ്ണൂക്ക് കഴിഞ്ഞ അന്ന് രാത്രി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ദുഃഖമടക്കി പിടിച്ച് ചെറി പുഞ്ചിരിയോടുകൂടെ എന്നെ സ്വീകരിച്ച് വീട്ടിലിറ്റി ഭക്ഷണം കഴിഞ്ഞ് ദുആ ചെയ്തു. കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴുക്കി അമീൻ പറഞ്ഞ പ്രിയപ്പെട്ട പിതാവ് എന്നോട് അവസാനമായി പറഞ്ഞൊരു രഹസ്യമുണ്ട്, ഒരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു, എനിക്ക് ദുഃഖമുണ്ട് എന്റെ മകൻ പോയതിൽ, പ്രയാസമുണ്ട്, എനിക്ക് വേദനയുണ്ട്. പക്ഷേ എന്റെ മകനെ അല്ലാഹു എടുത്തുകൊണ്ടു പോകാൻ തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സമാധാനിക്കുകയാണ്. വലിയ ഒരു പരീക്ഷണത്തിന് നേരിട്ട മനുഷ്യന്റെ ദൃഢനിശ്ചയത്തോടുകൂടെയുള്ള മറുപടി ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു, എന്റെ മകൻ ബൈക്കെടുത്തു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ വളരെ ദൂരം യാത്ര ചെയ്യുന്ന ഞാൻ ബൈക്കിന്റെ ചാവി ഒളിപ്പിച്ചു വെച്ചാ ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ചാണ് പോയത്. ആ മനുഷ്യൻ ഈ സദസ്സിലുണ്ട്, ചോദിക്കൂ നിങ്ങളവരോട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ചാണ് പോയത്, അവൻ ബൈക്കെടുത്തു പോകാതിരിക്കാൻ. എന്റെ ആഗ്രഹം അതാണ്. എന്നാൽ പടച്ച റബ്ബിന്റെ തീരുമാനമോ, ഞാൻ ഏതു ബൈക്കിന്റെ ചാവിയാണോ കൊണ്ടുപോയത് അതേ ബൈക്കിൽ അതേ ബൈക്ക് കാരണം അവൻ ആക്സിഡന്റായി മരിക്കണം എന്നത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. എന്റെ ആഗ്രഹത്തെക്കാൾ എന്റെ റബ്ബിന്റെ തീരുമാനത്തിന് ഞാൻ വഴങ്ങുന്നു, ഞാൻ അംഗീകരിക്കുന്നു. ആ ഇഷ്ടത്തെ ഞാൻ ഇഷ്ടമായി കാണുന്നു. വേദനയുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു പിതാവിന്റെ വാക്കിലും നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയെ മറികടക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരു ശരീരത്തിനും പറയാൻ പറ്റില്ല ആ ശരീരം എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഒന്നാം ലോകത്ത് നിന്ന് ശ്രദ്ധിക്കണം, വിഷയത്തിലേക്ക് വേഗം കടന്നു പോവുകയാണ്. ഖബറിനുള്ളിലേക്ക് നമ്മൾ പോകുമ്പോ മരണമൊന്ന് ടച്ച് ചെയ്യാതെ പോകാൻ കഴിയില്ല. ഖബറിലേക്ക് എത്തണമോ, ആള് മരിക്കണ്ടേ? നിങ്ങൾ ചിന്തിക്കൂ, ഒന്നാം ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രമാകുന്ന രണ്ടാം ലോകത്തേക്ക് വരുന്നതിന്റെ പേരാണ് ഗർഭം ധരിക്കുക എന്ന്. അതിനാ നമ്മൾ ഗർഭം ധരിക്കാന്ന് പറയാറുള്ളത്. നമ്മുടെ ഭാഷയിൽ പറയും, എന്റെ ഓക്ക് വിശേഷമുണ്ട്, എന്റെ ഓൾക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാം ലോകത്ത് നിന്ന് രണ്ടാം ലോകത്തേക്ക് ഒരാൾ വരുന്നതിന്റെ പേരാണത്. രണ്ടാം ലോകത്ത് നിന്ന് മൂന്നാം ലോകത്തേക്ക് വരുന്നതിന്റെ പേര്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൗതിക ജീവിതത്തിലേക്ക് വരുന്നതിന്റെ പേര് ജനിക്കുക എന്നാണ്. കേൾക്കണം, മൂന്നാം ജീവിതത്തിൽ നിന്ന് ഖബറാകുന്ന നാലാം ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ പേരാണ് എന്റെ പ്രിയമുള്ളവരെ മരണമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലോ ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആന്റെ വാക്ക് കുല്ലു നഫ്സിൻ, എല്ലാ ശരീരവും ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിക്കുന്നതാണ്. ദാഖ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയുമോ? അറബിയിൽ ദാഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു, ദാഖ രുചിച്ചു, ദാഖ യദൂഖു രുചിക്കും. കുല്ലു നഫ്സിൻ ദാഇഖ, എല്ലാ ശരീരവും രുചിക്കുന്നതാണ്, എല്ലാ ശരീരവും രുചിക്കുന്നതാണ്. മൗത്ത് ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിക്കുന്നതാണ്. ജ്യൂസ് കുടിക്കുന്ന ആൾ ശ്രദ്ധിക്കണം, ജ്യൂസ് കുടിക്കുന്ന ആൾ ജ്യൂസിനെ ആസ്വദിക്കുകയാണ്. ആസ്വദിച്ചു കുടിക്കുന്ന ആളുകളുമുണ്ട്, ആസ്വദിക്കാത്ത കുടിക്കുന്ന ആളുകളുമുണ്ട്. ഇന്നുച്ചക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അയാൾ വേഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, കൂടെയുള്ളവരൊക്കെ പകുതിയായിട്ടുള്ളൂ. അയാൾ പറഞ്ഞു, അയാൾ ഏറെ നേരം ഇരുന്നപ്പോ കൂടെ ഉള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പോയി കൈ കഴുകിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ക്ഷമിക്കണം,
ഞാൻ വേഗം ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഞാൻ തുടങ്ങിയ വേഗം കഴിഞ്ഞു, 5 മിനിറ്റ് കൊണ്ട് എന്റെ ഭക്ഷണം കഴിക്കൽ കഴിയുമ്പോൾ ക്ഷമിക്കണം. അപ്പൊ എനിക്ക് തോന്നി അയാൾ രുചിച്ചുകൊണ്ടല്ല കഴിക്കുന്നത്. രുചിച്ചുകൊണ്ട് കഴിക്കുന്നതും രുചിക്കാതെ കഴിക്കുന്നതും രണ്ടാണ്. ചില ആളുകൾ ജ്യൂസ് ഒറ്റയടിക്ക് വലിച്ചടി കുടിക്കും. നമ്മളെ കുട്ടികളെ ഫാഷനാണ്. ഒക്കെ ആരെ കണ്ടിട്ടാണ്? സച്ചിനെ കണ്ടിട്ട്. സച്ചിൻ ഏതോ കളിയിൽ ബാറ്റ് തോളിൽ വെച്ചിട്ട് ഇത് വലിച്ചു കുടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ കുട്ടികളും ബാറ്റ് ഇല്ലെങ്കിലും പേനെ എന്തെങ്കിലും കിട്ടിയതൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ വെച്ചിട്ട് കൂലോ കുടിക്കും, വലിച്ചു കുടിക്കും. ആസ്വദിച്ചു കുടിക്കാൻ കഴിയില്ല, രുചി കിട്ടില്ല. എന്ന് പറയുന്നത് രുചിക്കു കുടിക്കുന്നതിനാണ്. അതിനുദാഹരണം ഇപ്പോഴത്തെ ഹോട്ടലുകളിലൊക്കെ പോയ കണ്ടില്ല നിങ്ങൾ? പോയി ഇരുന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മുമ്പിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കും, പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ സലാഡ് ഉണ്ടാക്കും, പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ഈ സലാഡ് ഇയാൾ കഴിക്കുന്നത് 1/2 മണിക്കൂർ കൊണ്ടാണ് സലാഡ് കഴിക്കുന്നത്. വെള്ളം കൊണ്ടുപോയി കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. ഈ വെള്ളം ഇയാൾ കുടിക്കുന്നത് ആസ്വദിച്ചു കുടിക്കുകയാണ്. ഖുർആന്റെ ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ആ രുചിയുടെ ഗൗരവം? മരണത്തിന്റെ രുചി എങ്ങനെയാണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന രംഗം പുണ്യ നബി പറഞ്ഞു തരികയാണ്. ഒരാൾ മരിക്കാൻ സമയമായാൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമത്രേ. ഇറങ്ങി വന്ന് മരിക്കാനായ മനുഷ്യന്റെ ചുറ്റുഭാഗത്തും വന്നിരിക്കുമത്രേ കൂട്ടം കൂട്ടമായി മലക്കുകൾ. അവരുടെ നേതാവായി മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ നേതാവായവരുടെ കൂടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഒരാളുടെ അല്ലാഹു നിശ്ചയിച്ച ആയുസ്സങ്ങ് കഴിഞ്ഞാൽ മലക്കുകൾ വന്നയാളെ ചുറ്റുഭാഗത്തും നിൽക്കുകയായി. ഇയാളെ ഒരു സംഘം മലക്കുകൾ ചേർന്ന് പിടിച്ചു വെക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിടിച്ചു വെക്കുമ്പോൾ ഈ മനുഷ്യൻ കുഴഞ്ഞു വീണു പോകുമത്രേ. അതാ നമ്മൾ നിങ്ങളെ ഇടക്കിടക്ക് കണ്ടില്ലേ പത്രത്തിൽ, ആള് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ നമ്മൾ കരുതിയെന്താ, അയാൾ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. സത്യത്തിൽ മലക്കുകൾ പിടിച്ചു വെച്ചതാണ് അയാൾ. ആരാ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകൾ പിടിച്ചു വെക്കുമ്പോൾ നടന്നു പോകുന്ന ആളാണോ കുഴഞ്ഞു വീഴുകയായി. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടില്ലേ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കളിക്കളത്തിൽ വെച്ചാണ് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, മരണപ്പെടുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ അന്ന് കളിക്കാൻ ഇറങ്ങിയ ആളല്ല, വർഷങ്ങളായി ജീവിതത്തിൽ കളിക്കുന്ന ആളാ. 48ാമത്തെ വയസ്സില് കളിക്കളത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. എന്റെ കുഴഞ്ഞു വീണത് അവിടെ വച്ചാണ് അയാളുടെ റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചത്. ഒരു ശരീരത്തിനും പറയാൻ കഴിയില്ല ആ ശരീരം എവിടെ വെച്ചുകൊണ്ട് മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഈ മലക്കുകൾ വന്ന് മരിക്കാനായ അയാളുടെ സമയമങ്ങ് തീർന്നാൽ, മിനിറ്റുകൾ കഴിഞ്ഞാൽ, സെക്കൻഡുകൾ അങ്ങ് കഴിഞ്ഞാൽ മലക്കുകളതാ പിടിച്ചു വെക്കുകയാണ്. പിടിച്ചു വെക്കുമ്പോൾ ഇയാൾ കുഴഞ്ഞു വീണു പോകുമത്രേ. ആ സമയത്തതാ ചുറ്റുഭാഗത്തും മലക്കുകൾ ചേർന്നിരിക്കുകയായി. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തമായ ഹദീസുകൾ ക്രോഡീകരിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. സമയമില്ലല്ലോ ഖബറിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് കടന്നു പോകുന്ന രംഗമൊന്ന് പറയാന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു തന്ന ജീവിതം പടച്ചറപ്പിനിട്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കുമ്പോൾ, അല്ലാഹു കോപിക്കുന്ന വഴികളിൽ ചെലവഴിക്കുമ്പോൾ നമ്മുടെ അന്ത്യയാത്രയെ കുറിച്ചൊന്ന് ഓർമ്മിക്കാൻ വീട് വിട്ടിറങ്ങുന്ന എന്റെ പെങ്ങളെ, അനർത്ഥങ്ങൾക്ക് ജീവിതത്തിന്റെ നിമിഷങ്ങൾ ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരേ, വീട് വിട്ടിറങ്ങുമ്പോൾ അവസാനമായി നമ്മൾ ഇറങ്ങിപ്പോകുന്ന രംഗമുണ്ട്. അതൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചുറ്റുഭാഗത്തും വന്നിരിക്കുന്ന മലക്കുകളതാ സമയം കാത്തിരിക്കുകയാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമ്മതം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അതാ ഈ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾ 4 സംഘങ്ങളായി മാറുമത്രേ. 4 സംഘങ്ങളായി മാറുന്നു. ആദ്യ സംഘം മലക്കുകളത് മരിക്കാൻ പോകുന്ന ആരുടെ കാലിന്റെ തള്ളവിരലിലേക്ക് ഇറങ്ങുമത്രേ. കാലിന്റെ തള്ളവിരലിലേക്ക് അതാ ഇറങ്ങുകയായി തള്ളവിരലിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിക്കുകയാണവർ. ശ്രദ്ധിക്കൂ എന്റെ പ്രിയമുള്ള സഹോദര, ഭൗതിക ശാസ്ത്രം പറയുന്നതെന്താ? മനുഷ്യ ശരീരമെന്ന് പറയുന്നത് കോടിക്കണക്കായ കോശങ്ങൾ ചേർന്നതാണ്. കോടിക്കണക്കായ കോശങ്ങൾ ചേർന്നതാണല്ലോ മനുഷ്യ ശരീരം. ഈ ഓരോ കോശങ്ങളിലേക്കും മലക്കുകൾ ഇറങ്ങി ചെല്ലുകയാണ്. എത്ര മലക്കുകളാ റൂഹ് പിടിക്കാൻ വരുന്നത്? കേവലം അസ്രായീൽ എന്ന ഒരു മലക്ക് മാത്രമല്ല. അതാ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മലക്കിന്റെ പേരാണ് അസ്രായീൽ അലൈഹിസ്സലാം. അവരുടെ കീഴിൽ ഡ്യൂട്ടി നിർവഹിക്കാനായി ഒട്ടേറെ മലക്കുകളുണ്ടാകും. ഒരു റിപ്പോർട്ടിലുള്ളത് 7000 മലക്കുകൾ എന്നാണ്, വേറെ റിപ്പോർട്ടിലുള്ളത് 700 മലക്കുകൾ എന്നാണ്, വേറെ റിപ്പോർട്ടിലുള്ളത് 70,000 മലക്കുകൾ എന്നാണ്. ഒരു മലക്കല്ല, 70 അല്ല, 700 അല്ല, 700 അല്ല, 7000 അല്ല, 70,000 മലക്കുകൾ ഉണ്ടാകുമത്രേ. ആരുടെ റൂഹ് പിടിക്കാൻ? കേവലം 5 അടി പൊക്കമുള്ള എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ ആ മലക്കുകളതാ കടന്നു വരുന്നു. അവർ 4 സംഘമായി മാറി. ആദ്യത്തെ സംഘം അത് കാലിന്റെ തള്ളവരിലേക്ക് ഇറങ്ങുകയാണ്. കാലിന്റെ തള്ളവരിൽ മുതൽ അവർ റൂഹ് പിടിച്ചു തുടങ്ങുകയാണ്. ഓരോ കോശങ്ങളിൽ നിന്നും റൂഹിനെ പിടിച്ചു വലിക്കുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റൂഹിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണവർ. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹിനെ പിടിച്ചു വലിച്ച് റൂഹമുട്ടിലേക്കെത്തിയാൽ 1-ാം സംഘം മലക്കുകൾ മാറുകയായി. 2-ാം സംഘം മലക്കുകൾ വരും. 2-ാം സംഘം മലക്കുകൾ കാലിന്റെ മുട്ടു മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ ആ രംഗമെങ്ങനെയാവും. ഒരു മലക്കൽ എന്റെ പ്രിയമുള്ളവരെ, ആയിരക്കണക്കായ മലക്കുകളാണ് കാലിന്റെ മുട്ട് മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുന്നു. പിടിച്ചു വലിച്ചവർ കൊണ്ടുവരുന്നു ഊറവരെ. ഊരയിലേക്ക് റൂഹെത്തിയാൽ 2-ാം സംഘം മലക്കുകൾ അങ്ങ് മാറുകയായി. 3-ാം സംഘം മലക്കുകൾ വരും. 3-ാം സംഘം മലക്കുകൾ ഊര മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുന്നു ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്ന്. അപ്പോഴാ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ കുളത്തിട്ട് വലിക്കുന്ന പോലെ, വയറ് വേദനിക്കുന്ന പോലെ, ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു, മൂത്രമൊഴിക്കാനുണ്ടെന്ന് തോന്നുന്നു. സത്യത്തിൽ അവൻ മൂത്രമൊഴിക്കാൻ പോയി നോക്കുമ്പോൾ മൂത്രമൊഴിക്കാനില്ല. കാല് കുഴയുന്ന പോലെ കുഴഞ്ഞു വീഴുകയായി. റൂഹ് പിടിക്കുകയാണെന്നവന് മനസ്സിലായില്ല. ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലൂടെ റൂഹ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് അങ്ങെത്തിയാൽ അതാ 3-ാം സംഘം മലക്കുകളും മാറുകയായി. 4-ാം സംഘം മലക്കുകൾ വരുമത്രേ. അവരതാ നെഞ്ചു മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ വർഷം അടുത്ത വർഷങ്ങളിൽ നമ്മളും നേരിടാൻ പോകുന്ന രംഗമായി പറയുന്നത്, രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, മരണത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നെഞ്ചിൽ നിന്ന് റൂഹങ്ങ് പിടിച്ചു വലിക്കുകയാണ്. ഇതിന്റെ രംഗം കേൾക്കണോ നിങ്ങൾക്ക്? ഒരാൾ ഖത്തറിലാണ്. അയാൾ മരണപ്പെടുന്ന റൂമിലുണ്ടായ സഹോദരന എന്നോട് പറയുന്നത് ഈടയാൾ പറഞ്ഞ രംഗമാണ്. റൂഹ് പിടിക്ക മരിക്കുകയാണ് എന്ന് ഇയാൾക്ക് മനസ്സിലായില്ല. വേദന അസഹനീയമായപ്പോൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് ഓടുകയാണ്. വെള്ളം വേണം വെള്ളം വേണമെന്ന് പറഞ്ഞ് ഓടുന്നത്. വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോയാൽ തിരിച്ചു വരാൻ പോലും അയാൾക്ക് സമയമില്ല. കിടക്കുന്ന വേദനിച്ചു കിടക്കുന്ന ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. ഓടുന്ന സമയം ഇയാൾ 2-3 തവണ വീണു. വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് കാല് കുഴഞ്ഞ് വീഴാൻ. വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ്. അങ്ങനെ എത്തി വെള്ളം ഓന്തി കുടിക്കുന്നു. വെള്ളം കുടിക്കുന്ന മാത്രയില തല ചുമരിൽ വെച്ചടിക്കുന്നത്. അപ്പോഴാ പറയുന്നുണ്ടത്രേ, ഇത് അറ്റാക്കിന്റെ വേദനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
കൂടെയുള്ള ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വണ്ടിയിൽ അയാളെ തന്റെ മടിയിൽ കിടത്തിയ ആള് പറയുകയാണ്, വേദന അങ്ങ് അസഹനീയമായപ്പോ വണ്ടിയിൽ നിന്ന് ഇയാളെ കൊണ്ടുപോകുന്ന ആള് പറയുന്നു, എന്നെ മടിയിൽ നിന്ന് ഇയാൾ എഴുന്നേൽക്കുകയോടത്രേ, നെഞ്ചിങ്ങനെ മേലോട്ട് തള്ളുന്ന പോലെ വേദന അസഹനീയമായപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല കൈ പിടിച്ച് കടിക്കുകയോടത്രേ. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അങ്ങനെ അതാ നെഞ്ചിൽ നിന്ന് 4-ാം സംഘം മലക്കുകൾ റൂഹ് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. തൊണ്ടൻകുഴിയിലേക്ക് റൂഹങ്ങെത്തിയാൽ 4-ാം സംഘം മലക്കുകളും മാറുകയായി. പിന്നീട് തൊണ്ടയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതാര്? മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. അസ്റായീൽ അലൈഹിസ്സലാം തൊണ്ടയിൽ നിന്ന് റൂഹങ്ങ് പിടിക്കുകയാണ്. ഒരൊറ്റ വലിയാണത്രേ, ഒരൊറ്റ വലിയാണ്, വല്ലാത്ത വേദനയാണ് ആ ഘട്ടത്തിലത്രേ. അതുകൊണ്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം നന്നാക്കാൻ, അനർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാളുടെ മരണമൊന്ന് കൺമുമ്പിൽ കണ്ടാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവസാനം റൂഹ് തൊണ്ടയിൽ നിന്ന് പോകുമ്പോഴാണ്, അസ്റായീൽ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോഴാണ് വാ ഇങ്ങനെ പലർത്തിപ്പിടിക്കാറുള്ളത്. വാ പിളർത്തിപ്പിടിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? കരയുകയാണ്, അട്ടഹസിച്ചു കരയുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. തൊണ്ട വേദനിക്കുന്നുണ്ട്. തൊണ്ടയിൽ നിന്നൊരു പിടിച്ചു വലിയാണത്രേ. ആ സമയത്ത് ഏതൊരാളും വേദന അസഹനീയമാകുമ്പോൾ പൊട്ടി പൊട്ടി കരയുമത്രേ. പക്ഷേ ശബ്ദം പുറത്തു വരില്ല. എന്തുകൊണ്ട്? ഈ ശബ്ദമെങ്ങാനും പുറത്തു കേട്ടാൽ കേൾക്കുന്ന മുഴുവൻ ആളുകളും മരിച്ചു പോകുമത്രേ. ഹൃദയം പൊട്ടി മരിച്ചു പോകും. അതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കുന്നത് പടച്ച റബ്ബിന്റെ കരുണയാൻ. റൂഹങ്ങ് പിടിച്ചാൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഈ റൂഹദാ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. മലക്കുകളുടെ ഖബറിനുള്ളിലേക്ക് നമ്മൾ പോകുന്ന രംഗം പറയുകയാണ്. കേട്ടോളൂ എന്റെ പ്രിയമുള്ളവരെ, ഖബറിനുള്ളിൽ എന്നതാണല്ലോ നമ്മുടെ വിഷയം. എങ്ങനെയാണ് ഭൗതിക ജീവിതത്തിൽ നിന്ന്, ഐഹിക ലോകത്തു നിന്ന് ഖബറിനുള്ളിലേക്ക് നമ്മൾ എത്തുന്നത്? ഖബറിനുള്ളിൽ നമ്മൾ കാണാനിരിക്കുന്ന ലോകം എന്താണ്? ഹബീബായ നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലൂടെ ഒരു ചെറിയ യാത്ര നടത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം ഈ റൂഹങ്ങ് മലക്കുകളുടെ കയ്യിൽ കൊടുത്താൽ മലക്കുകളുടെ റൂഹുമായി മേലോട്ട് കയറുമത്രേ. നല്ല മനുഷ്യനാണോ എന്തെന്നില്ലാത്ത പരിമളം ഉണ്ടാകും ഭൂമി ലോകത്ത്. മലക്കുകൾ ആ റൂഹുമായി 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലും. 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ ചെന്ന് കവാടം തുറക്കാൻ പറയും. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മലക്കുകൾ ചോദിക്കുമത്രേ തിരിച്ച്, ആരാരുടെ ആത്മാവായി വന്നിരിക്കുന്നത്? ഭൂമിയിൽ നിന്ന് അയാളെ പരിചയപ്പെടുത്തി ഏറ്റവും നല്ല പേരുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോഴതാ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അങ്ങനെ 7 ആകാശത്തിന്റെയും കവാടം കടന്ന് 7-ാം ആകാശത്തിനും മുകളിലുള്ള ഇല്ലീൻ എന്ന് പറയുന്ന തലത്തെത്തുകയാണ്. അപ്പോഴതാ രാജാതിരാജനായ റബ്ബിന്റെ കൽപ്പന വരുന്നു, ഉക്തബോ കിതാബ് അബ്ദീ ഫീ ഇല്ലീൻ. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, ശരീരവും ആത്മാവും തമ്മിൽ ചേർന്നതാണല്ലോ നമ്മൾ. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ആത്മാവിനെ കൊണ്ടുപോകുന്നത് മുഅ്മിനാണോ ഇല്ലീനിലേക്കാണ്. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ. ഇല്ലീനിലെത്തുന്നു. ഇല്ലീൻ എവിടെയാണ്? 7 ആകാശത്തിനും മുകളിലാണ്. അവിടെ എത്തിയാൽ അല്ലാഹുവിന്റെ കൽപ്പന വരും, എന്റെ അടിമയുടെ കിതാബ് നിങ്ങൾ ഇല്ലീനിൽ രേഖപ്പെടുത്തണം. വർജിഊഹു ഇലദ് ദുനിയാ, അവനെ നിങ്ങൾ ഭൂമിയിലേക്ക് ഒന്നുകൂടെ മടക്കണം. ഫഇന്നീ ഖലഖതുഹു മിൻഹാ, ഭൂമിയിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്. വഫീഹാ ഉഈദുഹു, ഭൂമിയിലേക്ക് ഒന്നുകൂടെ ഞാൻ അവിടെ മടക്കും. വമിൻഹാ ഉഖ്രിജുഹു താറതൻ ഉഖറാ, ഒരിക്കൽ കൂടെ ഭൂമിയിൽ നിന്നവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഈ പ്രഖ്യാപനം വരുമ്പോഴേക്ക് മലക്ക് കടത് ഈ മനുഷ്യന്റെ ആത്മാവുമായി
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന പ്രകാരം ആത്മാവുമായി അവർ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോഴേക്ക് ഈ മനുഷ്യനെ അയാൾ മരിച്ച വീട്ടിൽ നിന്ന് അയാളെ കുളിപ്പിച്ചു, കഫം ചെയ്തു, മയ്യിത്ത് കട്ടിൽ വെച്ചത് കൊണ്ടുപോവുകയാണ്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിലെത്തി നമസ്കാരം കഴിഞ്ഞു. മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അയാളതാ നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരികയാണ്. മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് എത്തുന്ന രംഗമെങ്ങനെയാണ്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇനി ശ്രദ്ധിച്ചോളൂ, ഇവിടുന്ന് ആ വിഷയം നമ്മൾ ആരംഭിക്കുന്നത്. അതാ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ആദ്യം മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് പോകുന്ന രംഗമെന്ന് ഓർമ്മപ്പെടുത്താം. അതിനുശേഷം തമ്മാടിയുടെ പോക്കെങ്ങനെയാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മുഅ്മിനായ മനുഷ്യനതാ മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് അയാളെ നേരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുന്നു, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ അയാളെ നോക്കിയിട്ട് അയാളുടെ ഖബറിങ്ങനെ വിളിച്ചു പറയുമത്രേ, ഇങ്ങ് വരൂ സഹോദര, ഇങ്ങ് വരൂ സഹോദര, എത്ര കാലമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഖബറയാളോട് വിളിച്ചു പറയുമത്രേ. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാളേതാ നേരെ കൊണ്ടുവന്ന് ഖബറിന്റെ വക്കിലെത്തുകയായി മയ്യിത്ത്. ഖബറിന്റെ മക്കിലേക്ക് മയ്യിത്തങ്ങ് വച്ചാൽ ഖബറദാ മുഅ്മിനായ മനുഷ്യന് ഏറ്റെടുക്കാനുള്ള സന്തോഷം കൊണ്ട് ഹർഷപുളകിതമാകുമത്രേ. ആലോചിക്കണം എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ അതാ ഖബറിലേക്ക് മയ്യിത്തങ്ങെടുത്തു വെക്കുകയാണ്. ഖബറിലേക്ക് മയ്യിത്തങ്ങെടുത്തു വെച്ചാൽ ഖബർ അയാളോട് സംസാരിക്കുമത്രേ. ആരാ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബർ അയാളോട് സംസാരിക്കുന്നു. മുഅ്മിനായ മനുഷ്യനോട് ഖബർ സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? സഹോദരാ, ഭയപ്പെടേണ്ടതില്ല, ഈ ദിവസം ഭയപ്പെട്ട് ജീവിച്ചാങ്ങ് ഇന്നത്തെ ദിവസം ഞാൻ രക്ഷകനായി മാറുന്നതാണ്. മുഅ്മിനായ മനുഷ്യനോട് പറയുന്ന മറുപടിയതാണ്. എന്നാൽ തമ്മാടിയാണെങ്കിലോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയാളുടെ റൂഹദാ ശരീരത്തിൽ നിന്നങ്ങ് പുറത്തേക്ക് കടക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് തൊണ്ടൻകുഴിയിൽ അങ്ങ് പിടിച്ച് മലക്കുകളുടെ കയ്യിലേക്ക് നൽകുകയാണ്. ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളത് അയാളുടെ ആത്മാവ് ഏറ്റെടുക്കുന്നത് പരിമ്പടത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ്. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പിടങ്ങൾ ഉണ്ടാകും ആ മലക്കുകളുടെ കയ്യിൽ. അതിൽ പൊതിഞ്ഞുകൊണ്ട് അവർ ആകാശങ്ങളിലേക്ക് കയറുന്നത്. അപ്പോഴേക്ക് ഭൂമി ലോകത്തുണ്ടെന്നില്ലാത്ത ദുർഗന്ധം വന്നിക്കുമത്രേ. ഈ മലക്കുകളതാ ആത്മാവുമായി മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവുമായി ഒന്നാം ആകാശത്തിന്റെ അടുത്ത് ചെല്ലുന്നു. ആകാശത്തിന്റെ കവാടത്തിന് മുട്ടുകയാൻ. കവാടം തുറക്കാൻ ആവശ്യപ്പെടും. മറുഭാഗത്തു നിന്ന് ചോദ്യം, ആരുടെ ആത്മാവാൻ? ഭൂമിയിൽ നിന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും മോശപ്പെട്ട പേരുകൊണ്ട് അവിടെ അയാൾ പരിചയപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ കുറിച്ചൊക്കെ എന്ത് പേരായിരിക്കും അപ്പൊ പറയാന്ന് ആലോചിക്കാൻ, നമ്മളെ കുറിച്ച് ഭൂമിയിൽ എന്താ പറയണെന്ന് ആലോചിച്ചാൽ മതി. എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരാൾ ചോദിച്ചാൽ എന്താ നമ്മളെ കുറിച്ച് അഭിപ്രായം പറയാ? ഓനോ മഹാകുടിയനാന്ന് പറഞ്ഞാൽ ആ പേരാ അവിടെ പറയാം. അയാൾ മഹാ തമ്മാടിയാൻ, അതാണോ ഇവിടെ പറയുന്നത്? എന്നാൽ അതേ പേരാണ് അവിടെ പരിചയപ്പെടുത്തപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട പേര് കൊണ്ട് പരിചയപ്പെടുത്തപ്പെടും. അവൾ കാണുന്നവരുടെ പിന്നാലെയൊക്കെ ഒളിച്ചോടുന്നവളാണ്. എന്നാ ആ പേരാണ് എന്റെ പെങ്ങളെ. ആരാ നിങ്ങൾ ആലോചിക്കണം. വാട്സപ്പിലൂടെ ഇത് മെസ്സേജായി പാസ് ചെയ്യുകയില്ല. റബ്ബുൽ ആലമീനായ രാജാതിരാജനായ അല്ലാഹുവിന്റെ മലക്കുകൾ കൈമാറുന്ന സന്ദേശമാ. റൂഹുമായി ചൊല്ലുന്ന മലക്കുകൾ ഈ സന്ദേശം കൈമാറുന്നതാരോടാ? ആകാശത്തിന്റെ കാവൽക്കാരായ മലക്കുകളോടും. ഭൂമിയിൽ ഈ മനുഷ്യൻ ചെയ്ത ഏറ്റവും ദുശ്ചെയ്തി ഏതാണ്? ഏറ്റവും മോശപ്പെട്ട ചെയ്തി ഏതാണ്? ആ പ്രവർത്തനം ഏറ്റുപറഞ്ഞുകൊണ്ട് അയാളെ പരിചയപ്പെടുത്തും. ആ സമയത്ത് അത് ആകാശത്തെ കാക്കുന്ന ഒന്നാം ആകാശത്തിന്റെ കവാടത്തിന് മലക്കുകൾ പറയുമത്രേ, ഇല്ല, ഇയാൾക്ക് ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ
യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്. അപ്പോഴവിടുന്ന് പറയപ്പെടുന്നതില്ല, അവർക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടില്ല. ഒട്ടകം ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്ന കാലം എത്രയും എന്ന് പറഞ്ഞാൽ ഇലാ ഖിയാമിസ്സാ, ഒരു കാലഘട്ടത്തിലും അവർ സ്വർഗത്തിൽ കടക്കുകയുമില്ല എന്നതാ പറയപ്പെടുകയാണ്. അപ്പോഴേക്കതാ ഈ ആത്മാവുമായി കടന്നു പോകുന്ന മലക്കുകൾ ദേഷ്യം പിടിച്ച് ഈ ആത്മാവിനെ ഭൂമിയിലേക്ക് ഒരേറാണത്രേ. അപ്പോഴേക്കതാ ഈ തമ്മാടിയായ മനുഷ്യന്റെ വീട്ടിലത് അയാളുടെ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അയാളെ കഫം ചെയ്യുകയാണ്, ചോറായി കഫം ചെയ്തുകൊണ്ടിരിക്കുന്നു. മയ്യിത്ത് കെട്ടിലേക്ക് കയറ്റി വെക്കുകയാ. അവസാനമായി തന്റെ ഭാര്യക്ക് ഭർത്താവിന്റെ മുഖമെന്ന് കാണിക്കാൻ, ഭാര്യ ഭർത്താവിന് ഭാര്യയുടെ മുഖമെന്ന് കാണിക്കാൻ, വാപ്പാക്ക് മക്കളുടെ മുഖമെന്ന് കാണിക്കാൻ, അതേപോലെ മകൾക്ക് വാപ്പായുടെ മുഖമെന്ന് കാണിക്കാനായി മക്കളെ കൊണ്ടുവരുന്നു, ഭാര്യയെ കൊണ്ടുവരുന്നു, ഭർത്താവിനെ കൊണ്ടുവരുന്നു. അവരത് ആർത്തു കരയുകയാണ്. ആര് കരഞ്ഞാലും ഈ യാത്ര നിലക്കാത്ത യാത്രയാണ്, നിൽക്കാത്ത യാത്രയാണ്, ഒരാളെയും വെയിറ്റ് ചെയ്യാത്ത യാത്രയാണ്. സഫർ ഇന്തിസാർ മത് കർന. വേറെ ഏത് യാത്ര ചെയ്താലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ടാകാറുണ്ടല്ലോ, എന്നാൽ ഒരിക്കലും തിരിച്ചു വരുന്നുമെന്ന പ്രതീക്ഷയില്ലാത്ത യാത്രക്കായി ഭാര്യ ഒരുങ്ങിയിരിക്കുകയാ, ഭർത്താവ് തയ്യാറായിരിക്കുകയാണ്. മയ്യിത്ത് കട്ടിലേക്ക് അങ്ങ് കയറ്റി വെക്കുന്നു. മയ്യിത്ത് കട്ടിലുമായി എന്തൊരു പോക്കാണ് മയ്യിത്തുമായി പോകുന്ന ആളുകൾ. എത്ര സ്പീഡിലാ അവർ നടന്നു പോയത്. വീട്ടിലെ പെണ്ണാർച്ച കരയുന്നുണ്ട്, തിരിച്ചു മറുപടിയില്ല. ചില ആളുകളതാ മയ്യിത്തിന്റെ പിന്നാലെ ഓടാൻ ശ്രമിക്കുകയാണ്. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, മരണത്തോടുകൂടെ വെന്തലായിരിക്കുകയാണ്. അവരെ അതാ കുടുംബക്കാരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. മയ്യിത്താരെയും കാത്തു നിൽക്കാതെ കടന്നു പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്റെ സഹോദര? ഖബറിനുള്ളിലേക്ക്. ഒന്നാം ലോകമാകുന്ന റൂഹുകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്കാണ് നമ്മൾ കടന്നുപോയത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിച്ചമുള്ള ഈ ലോകത്തേക്ക് കടന്നു വന്നു. ഇനി നമ്മൾ വെളിച്ചമുള്ള മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അത് മഹ്ശറയാ. ആ മഹ്ശറയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് മറ്റൊരു ഗർഭപാത്രത്തിൽ നമ്മൾ പോയി കിടക്കണം. ഏതാണ് ആ ഗർഭപാത്രം? ആ ഗർഭപാത്രമാണ് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. ഖബറുകാരുടെ പാരത്രിക ജീവിതത്തിലെ ആദ്യത്തെ വീടാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. മയ്യിത്ത് കട്ടിലേറ്റിയ ആളുകൾ നടന്നു പോവുകയാണ്. എങ്ങോട്ടാണ് എന്റെ പ്രിയമുള്ളവരെ? ഖബറിലേക്കാണ്. ആ പോകുന്ന രംഗമെന്ന് ആലോചിച്ചിട്ടുണ്ട്? മയ്യിത്തിന്റെ പിന്നിൽ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇങ്ങനെ നിങ്ങളും ഇതുപോലെ കിടക്കേണ്ടവരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളെക്കാളും പ്രായം കുറഞ്ഞ എത്ര പേരെയാണ് മയ്യിത്ത് കട്ടിൽ കിടത്തി നമ്മൾ കൊണ്ടുവന്നത്? ആര് പറഞ്ഞെന്റെ സഹോദര ഞാനും നിങ്ങളും 60 വരെ ജീവിക്കുമെന്ന്, 85ാമത്തെ വയസ്സിലെ മരിക്കുമെന്ന്? എന്റെ പെങ്ങളെ, ജീവിതം മുഴുവൻ ആസ്വദിച്ചു തീർന്ന് നിങ്ങൾ മരിക്കുമെന്നാരാ പറഞ്ഞു തന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഖബറിലേക്ക് പോകുന്ന രംഗം. കെട്ടോകൾ മോമം കെട്ടി കട്ടീലിൽ നിന്നെയും ഏറ്റി ഒരു ദീനമുണ്ട്, ഒരു യാത്ര തീരെ മടക്കമില്ല യാത്ര. കെട്ടോകൾ മോമം കെട്ടി കട്ടീലിൽ നിന്നെയും ഏറ്റി ഒരു ദീനമുണ്ട്, ഒരു യാത്ര തീരെ മടക്കമില്ല യാത്ര. 3 കഷ്ടം തൂണി ചുറ്റി മുറിയാതരിക്കാറും ചൊല്ലി ഖബറിലേക്കുള്ളൊരു യാത്ര. ഖൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളം കാവലിൽ നിർത്തി നാട് ഭരിച്ചോർ മന്നാൻ
നാളെ നീയും ഒരു പിടി മണ്ണാൻ, നാളെ നീയും ഒരു പിടി മണ്ണാൻ, നാളെ നീയും ഒരു പിടി മണ്ണാൻ. 3 കെട്ടുകളെന്ന് പറഞ്ഞാലൊന്ന് തലക്ക് മീതെയുള്ള കെട്ടാൻ. എന്റെ പ്രിയമുള്ളവരെ, 3 കവമ്പുടയിൽ അങ്ങ് പൊതിഞ്ഞു കഴിഞ്ഞാൽ തലയുടെ മീതെ ഒരു കെട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ചില ആളുകൾ മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞാൽ കാണാത്ത ആളുകളുണ്ടെന്ന് കാണണോന്ന് പറയുമ്പോൾ തലയുടെ ഭാഗത്തുള്ള കെട്ടഴിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്റെയും നിങ്ങളുടെയും മൂർത്താവിലെ അവസാനത്തെ കെട്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കല്യാണത്തിനായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലെ കുടുംബത്തിലെ സൽക്കാരത്തിനായി ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരി മുടി മുടഞ്ഞു വെച്ച് അത് അന്യ സഹോദരനെ കാണിക്കാനായി ശരിപ്പെടുത്തുമ്പോൾ നീ ആലോചിച്ചിട്ടുണ്ട് പെങ്ങളെ, നിന്റെ തലയുടെ മൂർധാവിലെ മയ്യത്ത് നിന്നെ കൊണ്ടുപോകുന്ന മയ്യത്തായി നിന്നെ കവം തുണയിൽ പൊതിയുന്ന ഘട്ടത്തിൽ നിന്റെ മൂർത്താവിൽ കെട്ടുന്ന കെട്ടിനെ കുറിച്ച് നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതാണ് എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കെട്ടതാണ്. രണ്ടാമത്തെ കെട്ടവിടെയാണ്. രണ്ടാമത്തെ കെട്ട് അരയുടെ നേരെയാണ്. അരയുടെ നേരെയാണ് രണ്ടാമത്തെ കെട്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നെരിപ്പ് പൂക്കളിന് താഴേക്ക് തുണിയുടുത്ത് നെരിയാണിയുടെ അടിയിലൂടെ വലിച്ചൊടച്ച് നടക്കുമ്പോൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ തന്റെ അരയുടെ നേരെ വരുന്ന കെട്ടിനെ കുറിച്ച്? മൂന്നാമത്തെ കെട്ടവിടെയാ കാൽപാദത്തിന്റെ അടിയിലാണ്. 3 വസ്ത്രങ്ങളിൽ പൊതിഞ്ഞു കൊണ്ടുപോവുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത പോക്കാണ്. എന്തോ ഒരു ധൃതിയിലാ കൊണ്ടുപോകുന്നത്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ചമ്മാടിയാണ് ഈ മനുഷ്യനയാളെ ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കതാ മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനവരകൾ പറയുകയാണ്, ഇന്നലിൽ ഖബറിൽ ലിസാനൻ യൻതിഖ്, ഖബറിന് സംസാരിക്കാൻ കഴിയുന്ന നാവുണ്ടത്രേ. ആരാ പറയുന്നത്? സയ്യിദുനാ ജാബിർ. ഉറക്കെ പറയൂ, സയ്യിദുനാ ജാബിർ. ഈ കേവലം ഇരുമ്പിന്റെ ദണ്ഡിനോ, കേവലം ഇരുമ്പിന്റെ ദണ്ഡുകൾക്ക് നമ്മുടെ സംസാരം പിടിച്ചെടുക്കാനും നമ്മളോട് സംസാരിക്കുന്ന ആരുടെ സംസാരം കേൾപ്പിച്ചു കടിച്ചു കേൾപ്പിച്ചു തരാനും ഇതിന് കഴിയുന്നുണ്ട്. നിർജീവ വസ്തുവായി ഇതിന് കഴിയുന്നുവെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഖബർ സംസാരിക്കുകയോ എന്ന് പറയുമ്പോൾ അത്ഭുതം കൂറാറുണ്ട്. സംശയിക്കേണ്ട. ആരാ പറഞ്ഞു തരുന്നത്? ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലിൽ ഖബറി ലിസാനൻ യൻതിഖ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, ഖബറിന് സംസാരിക്കാൻ കഴിയുമത്രേ. ഖബർ സംസാരിക്കുകയാണ്. എന്താ മയ്യിത്ത് ഖബറിലേക്ക് നടന്നു വരുമ്പോൾ ഖബർ പറയുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ വീട്ടിലേക്ക് വരുമ്പോ, കുടുംബത്തിലേക്ക് ചെല്ലുമ്പോ, സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവർ നമ്മളെ കുറിച്ച് പല അഭിപ്രായം പറയുന്നുണ്ടാകും. എന്നാൽ ഖബറിലേക്ക് തമ്മാടിയായ മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ഖബർ ഇങ്ങനെ വിളിച്ചു പറയുമത്രേ, ഇങ്ങ് വാടാ തമ്മാടി, ഇങ്ങ് വാടാ, എന്റെ റബ്ബിനെ നിശ്ചയിച്ചവനെ ഇങ്ങ് വാ. ഖബറതായാളെ മാടി വിളിക്കുകയാണ്. അപ്പോഴേക്ക് തന്നെ മയ്യിത്തതാ വരവരക്കാൻ തുടങ്ങുകയായി. ഇയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. തന്റെ വേദനകൾ ജനങ്ങളോട് പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. എല്ലാ വേദനകളും അടക്കിപ്പിടിച്ചത് മയ്യിത്ത് കട്ടിലിൽ കിടക്കുകയാണ്. ആ മയ്യിത്ത് കെട്ട് ഖബറിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. ഖബറിന്റെ അടുത്തെത്തിയ മയ്യിത്ത് കട്ടിലിൽ നിന്ന് അയാളെ അതാ ഖബറിലേക്ക് എടുത്തു വെക്കുകയായി. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചോളൂ, ഖബറിനുള്ളിൽ നടക്കുന്ന രംഗങ്ങളുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മയ്യിത്ത ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ ഖബറതാ ഇയാളോട് സംസാരിക്കാൻ തുടങ്ങുകയായി. ഖബർ ഇയാളോട് പറയുമത്രയല്ലോ, തമ്മാടി, ഇങ്ങനെ ഒരു ദിവസം നിനക്കുണ്ടെന്ന് നിനക്ക് ഓർമ്മയില്ലായിരുന്നില്ലേ? അന ബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നിനക്ക് കൂട്ടുകിടക്കാൻ ഒരാളും ഉണ്ടാവില്ല. നിന്റെ വീട്ടിൽ നിനക്ക് കൂട്ടുകിടക്കാൻ നിന്റെ ഉപ്പയുണ്ടായിരുന്നില്ലേ? എടീ പെണ്ണേ, നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ? എടാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടായിരുന്നില്ലേ? നിന്റെ കുടുംബക്കാരുണ്ടായിരുന്നില്ലേ? ഇവിടെ നിനക്ക് കൂട്ടുകിടക്കാൻ ആരുമില്ല.
ഖബർ ആദ്യമേ വിളിച്ചു പറയുകയാണ്, അന ബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്, മാത്രമല്ല അന ബൈത്തുൽ ദുൽമ, ഞാൻ ഇരുട്ടിന്റെ വീട്. ആരാ വിളിച്ചു പറയുന്നത്? ഖബറാണ്. മഹദി സയ്യിദത്തുനാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, രാത്രി 2 മണിക്ക് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് ഇവിടെയില്ല, നീ കൊണ്ടുവന്ന തോന്നിവാസത്തിന്റെ കേസറ്റ് നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ച് കാണുമ്പോ ചുറ്റുഭാഗത്തെല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുകയാണ്. നിന്റെ ഉപ്പ അറിയുന്നില്ല, നിന്റെ ഭർത്താവ് അറിയുന്നില്ല, ആരും അറിയുന്നില്ല. നീ മ്ലേച്ഛമായ കേസറ്റുകൾ കാണുമ്പോ നീ ആലോചിച്ചിട്ടുണ്ടോ? ആരാരും നിന്റെ കൂടെ കിടക്കാത്ത ഖബറാകുന്ന വീട്ടിൽ നീ ഒറ്റക്ക് കിടക്കുമ്പോ നീ കാണേണ്ട രംഗങ്ങളുണ്ടോ? നിന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, രാത്രി 2 മണിയാ, ചുറ്റുപാടും നിശ്ചലമാ. നീ നിന്റെ മൊബൈൽ ചലിപ്പിച്ചുകൊണ്ട് നിന്റെ പ്രേമഭാചരത്തോട് സംസാരിക്കുന്ന പെങ്ങളെ, ഗൾഫിലുണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഭർത്താവ് എങ്ങനെ തിരിച്ചറിയാനോ? പക്ഷെ നീ ആലോചിച്ചിട്ടുണ്ട്, നാളെ ഖബറിൽ മുൻകർ നസീർ അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് കയറി വരുമ്പോ